ഈയിടെയായി ഞാനൊരു വീഡിയോ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടു. സിനിമാ നടൻ, എൻ്റെ നാട്ടുകാരൻ, ഞങ്ങൾക്കൊക്കെ സുപരിചിതനായ ഹരീഷ് കണാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചെറുപ്പം മുതലേ നല്ലതുപോലെ അധ്വാനിച്ച് വീട് പുലർത്തിയിരുന്ന ഒരു പയ്യനായിരുന്നു. പിന്നെ കോമഡി ഷോകളിലൂടെ വന്നു, പിന്നെ മിമിക്രി അവതരിപ്പിച്ചു. വിദേശ രാജ്യങ്ങളിലെല്ലാം പോയി ഒരുപാട് സ്റ്റേജുകളിൽ പരിപാടികൾ അവതരിപ്പിച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സിനിമയിൽ വേഷം കിട്ടി. സിനിമ എന്നത് എത്തിപ്പിടിക്കാനാകാത്ത ഒന്നാണ് പലർക്കും. സിനിമയിൽ ഒരു വേഷം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ അഭിനയത്തിൻ്റെ അവരുടെ കഴിവുകളെ ആ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും സിനിമ കിട്ടിക്കൊണ്ടേയിരിക്കും. ഹരീഷ് കണാരൻ്റെയും സ്ഥിതി ഇത് തന്നെ ആയിരുന്നു. അവർക്ക് സിനിമ ഇഷ്ടം പോലെ കിട്ടി, പല സ്ഥലങ്ങളിലും പരസ്യങ്ങൾ കിട്ടി, ഒത്തിരി കാശുണ്ടാക്കി, പഴയ വീടുകളെല്ലാം പൊളിച്ച് നല്ല കൊട്ടാരം പോലുള്ള നല്ലൊരു വീടാണ് ഹരീഷ് കണാരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സ്നേഹനിധികളായ 2 മക്കളും ഭാര്യയുമാണ് അടങ്ങുന്ന കുടുംബമാണ്. കോഴിക്കോട് ജില്ലയിൽ പെരുമണ്ണയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. പിന്നെ പറയാൻ വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. സിനിമയിൽ വന്നപ്പോൾ കുറച്ച് വരുമാനമൊക്കെ കിട്ടി, നല്ല രീതിയിൽ നല്ല വർക്കുകളൊക്കെ ചെയ്ത് അവാർഡ് നൈറ്റിൽ പോകുന്നു, എല്ലാറ്റിനും പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെല്ലാം പണവും കിട്ടുന്നുണ്ട്. സിനിമയിലെ ഏറ്റവും മുതിർന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയ ബാദുഷ, പേര് പറയുന്നത് കൊണ്ട് എനിക്കൊന്നുമില്ല. ഇദ്ദേഹത്തെ ചെറുപ്പം മുതലേ അറിയുന്ന പല ആളുകളും പറഞ്ഞു അത് നല്ല വ്യക്തിയാണ് എന്ന്. പക്ഷേ ഈയിടെയായിട്ട് ഹരീഷ് കണാരൻ്റെ വീഡിയോയിൽ ഹരീഷ് കണാരൻ പറയുന്നുണ്ട്, അദ്ദേഹം കോവിഡ് കാലത്ത് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഹരീഷ് കണാരനുമായിട്ടുള്ള സൗഹൃദം വെച്ച് സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാരാണല്ലോ എല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ ഏറ്റവും മുതിർന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റ് വരെ കിട്ടിയിട്ടുണ്ട് ബാദുഷാക്ക്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈവഴിയിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ പല സിനിമകളും വരുന്നത്. അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ബാദുഷയായിരുന്നു. അങ്ങനെ ഇരിക്കെ കോവിഡ് കാലത്ത് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ടായിരുന്നു ബാദുഷ. അങ്ങനെ ബാദുഷ ഇദ്ദേഹത്തോട് പറയുകയും കുറച്ച് കാശ് കടമായിട്ട് 20 ലക്ഷം രൂപ അദ്ദേഹത്തിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് എന്നും അത് തിരിച്ചിതുവരെ കൊടുത്തിട്ടില്ല എന്നും കാശ് ആവശ്യപ്പെട്ടപ്പോൾ തരാ എന്ന് പറയുകയല്ലാതെ 2 വർഷമായിട്ടിപ്പോൾ ഹരീഷ് കണാരന് സിനിമകളിലേക്കൊന്നും ആരും വിളിക്കുന്നില്ല. അതിൻ്റെ പിന്നാമ്പുറം എന്തായിരുന്നു എന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, ഇദ്ദേഹത്തെ പറ്റി, അതായത് ഹരീഷ് കണാരനെ കുറിച്ച് പലരോടും പല മോശമായ അഭിപ്രായങ്ങളും പറഞ്ഞപ്പോൾ അവർ സിനിമയിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. ARM സിനിമയിൽ 40 ദിവസത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട്, സിനിമയുടെ ഷൂട്ടും കഴിഞ്ഞു, സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാം കഴിഞ്ഞിട്ട് സിനിമ ഇറങ്ങി ഇത്രയും ആയപ്പോഴാണ് ഈയിടെ അടുത്തായിട്ടാണ് ടൊവിനോ തോമസ് വഴി ഹരീഷ് കണാരൻ അറിയുന്നത്. സത്യാവസ്ഥകൾ പലതും അത് ഹരീഷ് കണാരൻ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷെ എന്തൊരു ചതിയാണെന്ന് നോക്കണം. അഭിനയം എന്ന് പറഞ്ഞത് നിസ്സാര ജോലിയൊന്നുമല്ല. പലരും പറയും സിനിമയിൽ കിട്ടി, ഇനിയിപ്പോൾ എന്താ പണം വാരുകയല്ലേ എന്ന്. പണം വാരുകയൊന്നുമല്ല. സിനിമയിൽ പോയിട്ട് നല്ല കഷ്ടപ്പാടുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ. അതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നവരായാലും ഏത് ജോലിക്ക് പോകുന്നവരായാലും എല്ലാവരും കഷ്ടപ്പെട്ടാണ് അധ്വാനിച്ച്, സിനിമ മാത്രമല്ല ഏത് മേഖലയിലായാലും നല്ല അധ്വാനമുണ്ട്. അധ്വാനിച്ചാൽ മാത്രമാണ് നമുക്ക് പണം കയ്യിൽ വരികയുള്ളൂ. അപ്പോൾ പണം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. അത് വെച്ച് അദ്ദേഹത്തിൻ്റെ കുട്ടികൾ അനുഭവിക്കേണ്ട ഈ കാശ് നഷ്ടപ്പെട്ടതിൽ ഒരുപാട് വേദനയോടെയാണ് ഹരീഷ് കണാരൻ ആ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ കുടുംബത്തെ ഒന്നും ഇത് ബാധിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുക. ഇനിയും നിങ്ങൾക്ക് അവസരങ്ങൾ വരും. സിനിമയില്ലെങ്കിലും ഹരീഷ് കണാരന് ജീവിച്ചു പോകാൻ പറ്റും. ഹരീഷിൻ്റെ കഴിവുകളെ ആർക്കും നഷ്ടപ്പെടുത്താൻ പറ്റില്ല. നല്ല സുഹൃത്തെ, ഞാനൊന്ന് ചോദിക്കട്ടെ, പണം കൊടുത്തപ്പോൾ രേഖകൾ ഉണ്ടായിട്ടൊന്നും ഇന്ന് കാര്യമില്ല. ഇനിയിപ്പോൾ ഇത്
താങ്കൾ മീഡിയയിൽ വന്ന് പറഞ്ഞതുകൊണ്ട് ഇനി കൂടുതൽ ഇത് വഷളാവുക മാത്രമേ ഉള്ളൂ. ആരും അറിയാതെ ഇതുവരെ നിങ്ങൾ മൂടി വെച്ചത് കൊണ്ട് കിട്ടിയില്ല. ഇനിയിപ്പോൾ പുറത്ത് വന്നത് കൊണ്ട് കൂടുതൽ നിങ്ങൾക്ക് ശത്രുത അയാളിൽ നിന്നും ഉണ്ടാവാനാണ് സാധ്യത. സിനിമയിൽ വരുന്നതിന് മുമ്പേ എങ്ങനെ ആയിരുന്നു അത് മാത്രം ഒന്ന് തിരിഞ്ഞു നോക്കൂ. ഹരീഷ് കണാരൻ്റെ കഴിവുകളെ ആരും ഇല്ലാതാക്കിയിട്ടില്ല. ബാദുഷ പൈസ മാത്രമല്ല നിങ്ങളോട് വാങ്ങിയുള്ളൂ, നിങ്ങളുടെ കഴിവുകളെ അദ്ദേഹം ചോദിച്ചു വാങ്ങിച്ചിട്ടില്ലല്ലോ. നിങ്ങളെ തോൽപ്പിക്കാൻ ബാദുഷയ്ക്കോ മറ്റൊരാൾക്കോ സാധിക്കില്ല ഹരീഷ്. നിങ്ങൾ അമ്മയിലെ അംഗത്വമുള്ള ആളാണ്. അമ്മയിൽ നിന്നും ആരെങ്കിലും നിങ്ങളെ കാര്യങ്ങളിൽ ഇടപെടുമായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് കാശ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ച കാശാണ്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചതാണ്. നിങ്ങളുടെ വീട് പണിയുടെ സമയത്ത് ചോദിച്ചപ്പോൾ തന്നിട്ടില്ലെങ്കിലും അദ്ദേഹം തരും എന്ന പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിൽ നിന്നും ആ പണം തിരിച്ചു കിട്ടുമെന്ന പ്രധാനത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളുടെ കഴിവുകളെ ആർക്കും ഇല്ലാതാക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ കഴിവ് അത് ഇനിയും നമ്മൾ മലയാളി പ്രേക്ഷകർക്കും വിദേശത്തുള്ളവർക്കും എല്ലാം നിങ്ങളുടെ പ്രോഗ്രാം കാണണം. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ കഴിവിനെ ഇനിയും പുറത്തേക്ക് കൊണ്ടുവരൂ. അല്ലാതെ നമ്മൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒരുപാട് വിഷമിച്ച് വീട്ടിലിരുന്നിട്ട് ഒന്നും കാര്യമില്ല. ഏറ്റവും നല്ലത് നമ്മുടെ കഴിവുകൾ വീണ്ടും പുറത്തെടുത്ത്, സിനിമയില്ലെങ്കിൽ നിങ്ങൾ സിനിമയിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന എന്ത് പരിപാടികൾക്കാണ് പോയത്. നിങ്ങൾ കോമഡി അവതരിപ്പിച്ചു, ഒരുപാട് മിമിക്രികൾ ചെയ്തു ഒക്കെയാണ് ഞങ്ങൾക്കൊക്കെ നിങ്ങളെ പരിചിതം. സിനിമാ നടനായതൊക്കെ നിങ്ങൾ ഈ അടുത്ത കാലത്തല്ലേ. അതുകൊണ്ട് നിങ്ങൾ ആ പഴയ ഹരീഷ് കണാരനായിട്ട് തന്നെ കാണാനാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് പ്രേക്ഷകർക്ക് താല്പര്യം. നിങ്ങൾ അങ്ങനെ തന്നെ വരും. നിങ്ങൾക്ക് ഇനിയും പണം ഉണ്ടാക്കാം. നഷ്ടപ്പെട്ട പണം ഇനിയും നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ കഴിവിനും ക്ഷതമേൽക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ആരോഗ്യത്തെ നല്ലപോലെ സംരക്ഷിച്ച് കുടുംബത്തെയും മക്കളെയും പരിപാലിക്കുക.